നമസ്കാരം. വി ദ പീപ്പിൾ കൈരളി ന്യൂസിൻ്റെ പത്രാധിപ ശ്രേണിയിൽ നിന്ന് ഞങ്ങളിന്ന് 4 പേർ, എന്നോടൊപ്പം ഷമ്മി ഉണ്ട്, മനു ഉണ്ട്, സിജു ഉണ്ട്. ഞങ്ങൾ ഇന്ന് എടുക്കുന്നത് CPIMൻ്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ CPIM ഔപചാരികമായി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ വാർത്തയ്ക്ക് മുന്നിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. CPIM ഇങ്ങനെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ, 15 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ എന്തൊക്കെ ചിന്തകളാണ് പത്രപ്രവർത്തകർ എന്ന നിലയ്ക്ക് ഞങ്ങളുടെ മനസ്സിലൂടെ പാഞ്ഞു പോകുന്നത്, എങ്ങനെയാണ് ഈ പ്രഖ്യാപനത്തെ, ഈ പട്ടികയെ ഞങ്ങൾ വിലയിരുത്തുന്നത് എന്നൊക്കെ കണ്ടെത്താനുള്ളൊരു ശ്രമമാണ്. ഷമി, ഇതെങ്ങനെ തുടങ്ങി വയ്ക്കാം? 15 പേരെ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി CPM പ്രഖ്യാപിക്കുമ്പോൾ 15 മണ്ഡലത്തിലെയും വിജയം, ഒപ്പം തന്നെ LDFൻ്റെ 5 മണ്ഡലങ്ങൾ. എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു വലിയ തിരിച്ചടി, അതായത് ഒരു സീറ്റിൽ മാത്രമാണ് ശരിക്കും LDFന് ജയിക്കാൻ കഴിഞ്ഞത്, അത് CPM ആണ് ജയിച്ചത്. ആ ഒരു സാഹചര്യവും നമുക്കറിയാം. അതിൻ്റെ ഒരു മധുര പ്രതികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ടും കേരളത്തിലെ ഇടതുപക്ഷവും ഇടതുപക്ഷ അണികളും ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് മിനിറ്റുകൾക്കകം എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ ഒരു വലിയ പ്രചരണം അങ്ങ് ആരംഭിക്കുകയാണ്. ഇപ്പോൾ പത്തനംതിട്ടയിൽ തോമസ് ഐസക് ആയാലും, കൊല്ലത്ത് മുകേഷ് ആണെങ്കിലും, വടകരയിൽ ടീച്ചറാണെങ്കിലും എല്ലാവരും വളരെ ആവേശത്തോടു കൂടി നൂറുകണക്കിന് അണികളും നൂറുകണക്കിന് വാഹനങ്ങളും പങ്കെടുത്തുകൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം. എന്തുമാത്രം ആവേശത്തിലാണ് അണികൾ, LDFൻ്റെ അണികൾ നിൽക്കുന്നത് എന്നുള്ളൂ. അതുമാത്രമല്ല, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു അസ്വാരസ്യമില്ലാതെ, ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ കൃത്യമായ തീരുമാനങ്ങളും അത് കൃത്യമായി പ്രഖ്യാപിക്കുന്നു. പിന്നെ ഗോവിന്ദമാഷ് പ്രഖ്യാപിക്കുന്നു. മിനിറ്റുകൾക്കകം എല്ലാ സ്ഥലങ്ങളിലും എണ്ണയിട്ട യത്നം പോലെ ഇത് ഓടിത്തുടങ്ങുകയാണ്. അതെ, അങ്ങനെ ആവേശകരമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് LDFൻ്റെ അണികൾ, അവരിൽ വിശ്വസിക്കുന്ന ജനവിഭാഗം ഈ സ്ഥാനാർത്ഥി പട്ടിക ഏറ്റെടുത്തിരിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. പക്ഷെ ഞാൻ കാണുന്നത് ഏറ്റവും വലിയ പ്രത്യേകത ആ ടീം LDF എന്താണ് എന്നതാണ്. കേരളത്തെ വരുന്ന ലോക്സഭയിൽ പ്രതിനിധാനം ചെയ്യേണ്ടത് എങ്ങനെയുള്ള ടീം ആണ് എന്ന ഒരു തെരഞ്ഞെടുപ്പാണ് LDF നടത്തിയിരിക്കുന്നത് എന്നത് വളരെ പ്രസക്തമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ടീം നോക്കൂ സിജു, ഒരു കർഷക തൊഴിലാളി നേതാവ്, CPIMൻ്റെ PB അംഗം തന്നെയായ വിജയരാഘവൻ അടിസ്ഥാനപരമായിട്ടൊരു കർഷക തൊഴിലാളി നേതാവാണ്. അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു കർഷക തൊഴിലാളി നേതാവ് ഇതുപോലെ കാർഷിക പ്രശ്നം സജീവമായൊരു കാലത്ത് ഈ ടീമിനെ നയിക്കാനെത്തുന്നു. ഒരു തൊഴിലാളി നേതാവ്, അക്കാദമീഷ്യന്മാർ, പിന്നെ ജനനേതാക്കൾ, ഒരു വിദ്യാർത്ഥി നേതാവ്, വനിതാ നേതാവ്, ഒരു അധ്യാപിക, കലാകാരൻ, അങ്ങനെ അടങ്ങിയൊരു ടീം. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് ആ ലോക്സഭയുടെ ചേരുവ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്ത് തരത്തിലുള്ള ലോക്സഭയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറയാനാവില്ല. ഒരു പക്ഷേ ഈ മോദിയെ പരാജയപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിലേക്ക് ഇന്ത്യ എത്തിച്ചേർന്നേക്കാം. ആ പരീക്ഷണത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നൊരു ടീം. ഒരു പക്ഷേ മോദി ഏതെങ്കിലും തരത്തിൽ തുടരാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയവും കേരളത്തിൻ്റെ ആവശ്യങ്ങളും ഉയർത്തിപ്പിടിക്കാൻ പോകുന്നൊരു ടീം, അത്തരത്തിലുള്ള ടീം കേരളം എന്താണ് എന്ന കൺസെപ്റ്റ് ഇതിൻ്റെ പിറകിൽ ഉണ്ട് എന്നാണ് ആദ്യം എനിക്ക് തോന്നുന്ന ഒരു നിരീക്ഷണം. സിജു എന്ത് പറയും? ഇതിനകത്ത് എനിക്കിപ്പം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഗോവിന്ദൻ മാഷോട് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചപ്പോൾ എന്താണ് ഈ സ്ഥാനാർത്ഥികളെക്കുറിച്ച് മുന്നോട്ട് വെച്ചുകൊണ്ട് പറയാനുള്ളത്, അപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് ഒട്ടും കുറയാത്ത മതനിരപേക്ഷതയാണ് ഇടതുപക്ഷത്തിൻ്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഏറ്റവും പ്രസക്തമായ വാചകങ്ങളിലൊന്നാണ്. കാരണം ഇന്നും മോഡി വന്ന് മോഡിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ച് വല്ലാതെ പറഞ്ഞു പോയൊരു സാഹചര്യത്തിൽ കൂടിയാണ്. ഇപ്പോൾ NBC പറഞ്ഞ പോലെ തന്നെ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും ഈ ടീമെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു
മാധ്യമപ്രവർത്തനം ഉപരിയായിട്ട് ഈ രാജ്യത്ത് ജനാധിപത്യം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ പൗരൻ എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഈ ഒരു ടീമിൽ വല്ലാത്തൊരു വിശ്വാസവും ഒരു പ്രതീക്ഷയും നമുക്കുണ്ട്. കാരണം NBC പറഞ്ഞ പോലെ തന്നെ കർഷക തൊഴിലാളി നേതാവ് തൊട്ട് വിദ്യാർത്ഥി നേതാവ് വരെയുള്ള ഒരു ശ്രേണി എല്ലാവരും അവരുടേതായ മേഖലയിൽ മന്ത്രിയായി പ്രവർത്തിച്ചവർ, പാർട്ടിയുടെ ഉന്നത സമിതികളിൽ പ്രവർത്തിച്ചവർ, അങ്ങനെ വളരെ പ്രസക്തമായൊരു നിര ഇവരെല്ലാം ഒരുമിച്ച് പോകുന്നത് പാർലമെൻറ്റിലേക്കാണ്. പാർലമെൻറ്റിൽ എന്തുകൊണ്ട് ഇത്തവണ ഇവരെല്ലാം ജയിച്ചു വരണമെന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. ഈ രാജ്യം ഇങ്ങനെ തന്നെ നിലനിൽക്കണമോ എന്നുള്ള ഒരു വലിയ ചോദ്യത്തിന് മുന്നിലാണ് 2024 തെരഞ്ഞെടുപ്പ് വരുന്നത്. അവിടെ പോകുമ്പോൾ ഞങ്ങൾക്ക് മുമ്പിൽ ഞങ്ങളിതാ ടീമായി അവതരിപ്പിക്കുന്നത്, ഞങ്ങൾ EA വിജയരാഘവനെ അവതരിപ്പിക്കുന്നു, ഞങ്ങൾ V വസീഫിനെ അവതരിപ്പിക്കുന്നു, ഞങ്ങൾ ഹംസയെ അവതരിപ്പിക്കുന്നു, ഞങ്ങൾ എളമരം കരീമിനെ അവതരിപ്പിക്കുന്നു. എന്താണ് ഇവരുടെ യോഗ്യതയെന്ന് മലയാളികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ഇവരെല്ലാവരും പോകുന്നത് ഈ രാജ്യത്തെ ഇങ്ങനെ നിലനിർത്താൻ വേണ്ടുന്ന ഒരു സ്വരം പാർലമെൻറ്റിൽ ഉണ്ടാകേണ്ടതുണ്ട്. ആ സ്വരം ഈ സാഹചര്യത്തിൽ വേറൊരു വാക്കുകൾ കൂടി ഞാൻ ഓർത്തു പോവുകയാണ്. കഴിഞ്ഞ K. സുധാകരൻ ഇതേപോലൊരു വാർത്താ സമ്മേളനത്തിൻ്റെ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ നിങ്ങൾ 18 പേരവിടെ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങളവിടെ പോയിരുന്ന് കിളയ്ക്കാമായിരുന്നു, എന്താ പോരെ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അവർ കിളച്ചതുമില്ല, അവർ വിതച്ചത് മൊത്തവും പാഴ്വായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ 5 വർഷം തെളിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് വരുന്ന ഈ 2024 തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യം നിലനിൽക്കണമെങ്കിൽ അവിടെ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായൊരു നിര ഉണ്ടാകണം. അതിന് കേരളത്തിന് വലിയ രീതിയിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് വലിയ സംഭാവന നൽകാനുണ്ട്. സ്വാഭാവികമായും CPMൻ്റെ 15 സ്ഥാനാർത്ഥികൾ ഉറപ്പായും ജയിച്ചു വരേണ്ടവരാണ്. ആ തരത്തിൽ അവരുടെ പ്രവർത്തന മികവ് വിലയിരുത്തപ്പെട്ടതാണ്. അവർ ഈ പറഞ്ഞ പോലെ പാർലമെൻ്ററി രംഗത്തായാലും ഭരണരംഗത്തായാലും തന്നെയും അത്തരത്തിൽ കഴിവ് തെളിയിച്ചവരാണ്. അവർ ഉറപ്പായും ടീം LDF എന്ന് പറയുന്നത് കൃത്യമായൊരു തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ടീം LDF എന്ന് പറയുമ്പോൾ ഇന്ന് പ്രഖ്യാപിച്ച CPIMൻ്റെ സ്ഥാനാർത്ഥികളുണ്ട്, കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച CPIയുടെ സ്ഥാനാർത്ഥിയുണ്ട്, അതിനു മുമ്പ് പ്രഖ്യാപിച്ച കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയുമുണ്ട്. അതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഈ ടീം LDF ആവുന്നത്. മനു, ഇന്ന് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ച് എന്ത് പറയും? തീർച്ചയായും ഇന്ന് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ച് പറയുമ്പോൾ ഒരേ സമയം പരിചയസമ്പത്ത്, യുവത്വം, ജനകീയത, ഈ മൂന്നും ഒത്തുചേർന്നൊരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഏറ്റവും ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ കഴിയും. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഷമി പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു അസ്വാരസ്യമോ ഒരു എതിർ ശബ്ദമോ ഇല്ലാതെ ഏറ്റവും ജനാധിപത്യപരമായ രീതിയിൽ ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആ സ്ഥാനാർത്ഥി പട്ടിക വരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ സ്ഥാനാർത്ഥികൾ ചെന്ന് നിൽക്കുന്നത് UDFൻ്റെ 18 MPമാരുടെ മുൻപിലേക്കാണ്. ആ 18 MPമാർ എന്തു ചെയ്തു എന്നത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ നാട്ടിലെ ജനം കണ്ടതാണ്. അപ്പോൾ കഴിഞ്ഞ 5 വർഷങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ ഈ MPമാർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന വലിയ ആക്ഷേപമുണ്ട്. ആക്ഷേപത്തിനപ്പുറത്തേക്ക് അതിലെ വസ്തുതകൾ കൃത്യമായി അവതരിപ്പിക്കാൻ LDFന് കഴിയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംഘത്തിൻ്റെ മുൻപിലേക്ക് LDFൻ്റെ ഏറ്റവും മികച്ച 20 സ്ഥാനാർത്ഥികൾ വന്നു നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രസക്തമാകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ LDFൻ്റെ വിജയത്തിനപ്പുറത്തേക്ക് നമ്മൾ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. ഈ നാട്ടിലെ മനുഷ്യന് അവൻ ഇഷ്ടപ്പെടുന്ന വിശ്വാസത്തിൽ ജീവിക്കാൻ, അവൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കഴിക്കാൻ, അവൻ ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിക്കാനൊക്കെ ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. അപ്പോൾ കഴിഞ്ഞ 5 വർഷം നമ്മൾ കണ്ടതാണ് സംഘപരിവാറിനെതിരെ ഈ MPമാർ, UDFൻ്റെ ഇവിടുന്ന് ജയിച്ചു പോയ MPമാർ എന്തു ചെയ്തു എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇപ്പോൾ സാമ്പത്തികമായ അവഗണന നമുക്കെതിരെ വലിയ തോതിൽ ഉണ്ടാകുന്നു. പാർലമെൻറ്റിൽ എന്താണ് സംഭവിച്ചത്? ഒരക്ഷരം മിണ്ടാൻ ഇവരാരും ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു തോമസ് ഐസക്കോ ഒരു A. വിജയരാഘവനോ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് സ്വാഭാവികമായി നമ്മളൊക്കെ ചിന്തിച്ചു പോകില്ലേ? ഇപ്പോൾ ഡോക്ടർ ഐസക്കിനെ പോലെ ഒരാൾ പത്തനംതിട്ടയിൽ നിൽക്കുന്നു, A. വിജയരാഘവൻ പാലക്കാട് വരുന്നു. അപ്പോൾ നേരത്തെ NBC പറഞ്ഞതുപോലെ കർഷക തൊഴിലാളി മുതൽ ഏറ്റവും എല്ലാ മേഖലകളിൽ നിന്നുള്ള ഒരു വലിയ പരിചരണം നമുക്ക് അവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് ഈ ടീം LDF എന്ന് പറയുന്നത് വളരെ സുശക്തമാണ്, ജനകീയമാണ്, പരിചയസമ്പത്തുള്ളവരാണ്, യുവത്വത്തിൻ്റെ ഊർജ്ജമുള്ളവരാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എനിക്ക് ഉറപ്പുണ്ട്, ഈ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ ഈ നാട് ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. അത് കേവലം LDFൻ്റെ ജയത്തിന് വേണ്ടി മാത്രമല്ല, ഈ നാടിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്, നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഒപ്പം കഴിഞ്ഞ ആ ഒരു വട്ടത്തിൽ ഷമ്മി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, എത്ര ജനാധിപത്യപരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സംഘടനാ രീതികൾ അനുശാസിക്കുന്ന രീതിയിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പേരുകൾ ചർച്ച ചെയ്ത് അത് സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പിലെത്തുന്നു, സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുന്നു, സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുന്നു, അത് കേന്ദ്ര നേതൃത്വത്തിന് വിട്ടിട്ട് അവിടുത്തെ അനുമതിയോടുകൂടി പിന്നീട് സെക്രട്ടേറിയറ്റ് അന്തിമമായിട്ട് അംഗീകരിച്ച് അത് പ്രഖ്യാപിക്കുന്നു. ഇതൊരു കമ്മ്യൂണിസ്റ്റ് ശൈലിയാണ്. പക്ഷേ ആ ജനാധിപത്യ രീതി പുലർന്നതിനോടൊപ്പം തന്നെ ഞാൻ കാണുന്നത് ഓരോ ജില്ലാ കമ്മിറ്റിയും എങ്ങനെയാണ് അവരുടെ ജില്ലയിൽ വരുന്ന മണ്ഡലങ്ങളിലെ പരാജയ സാധ്യതകൾ നിർണയിച്ച് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് എന്നാണ്. നമുക്കറിയാം, രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ
കക്ഷി രാഷ്ട്രീയ പ്രവർത്തകരുടെ കൂട്ടായ്മയാണ്. അവരിൽ പലരും മുഴുസമയ ജീവിതം കക്ഷി രാഷ്ട്രീയ പ്രവർത്തനത്തിനായി നിൽക്കുന്നവരാണ്. അവർക്ക് പലർക്കും സ്വയമോ അല്ലെങ്കിൽ പരസ്പരമോ ഒക്കെ ഇന്നവർ മത്സരിച്ചാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ടാവും. പക്ഷേ അങ്ങനെയുള്ള താല്പര്യങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുള്ളത്. കൊല്ലത്ത് മുകേഷിനെ പോലെ ഒരു വ്യത്യസ്തനായിട്ടുള്ള സ്ഥാനാർത്ഥി, അദ്ദേഹം CPIM-ൻ്റെ ചിഹ്നത്തിൽ തന്നെ മത്സരിച്ച് MLA ആയിരിക്കുന്ന ആളാണ് എങ്കിൽ പോലും സംഘടനാപരമായിട്ടുള്ള പാർട്ടിപരമായ ആ ഒരു പരിഗണന വെച്ച് ആദ്യം വരേണ്ട ഒരു പേരുകാരനല്ല. അങ്ങനെ ഒരാളെ അവതരിപ്പിക്കാൻ ആ ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ രവീന്ദ്രൻ മാഷുടെ സ്ഥാനാർത്ഥിത്വം വരുന്നതും ഒരുപക്ഷെ ആ പ്രദേശത്തെ സംഘടനാപരമായി ഏറ്റവും ഉയർന്ന ഒരു ചുമതല വഹിക്കുന്ന ഒരാളെ നിർത്തുക എന്നതിനു പകരം ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് പോകുന്നു. അപ്പോൾ ജനാധിപത്യത്തോടൊപ്പം തന്നെ അത്തരത്തിലുള്ള കക്ഷി രാഷ്ട്രീയ പ്രവർത്തകർക്കുണ്ടാകാവുന്ന സാധാരണ ചില വികാരങ്ങളെ, ചില താല്പര്യങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ളൊരു പൊതു താല്പര്യം കൂടി അത് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് രണ്ടും ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് വിവാദങ്ങളൊന്നുമില്ലാതെ മുഴുമിപ്പിച്ചു എന്നതും ഇത്തരത്തിൽ ആരാണ് പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിലെ വ്യക്തിയതീതമായിട്ടുള്ള ഒരു താല്പര്യം, വ്യക്തിപരമായ താല്പര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു പൊതു താല്പര്യം അംഗീകരിച്ചതും രണ്ടും മാതൃകാപരമാണ് എന്ന് വിലയിരുത്തേണ്ടി വരും എന്ന് പറയുന്നു. തീർച്ചയായിട്ടും NBC പറഞ്ഞതിനോടൊപ്പം എനിക്കൊരു കാര്യം പറയാനുള്ളത്, അതായത് ഇപ്പോൾ ഈ 18 പേര്, ഇപ്പം 18 പേരാണ് UDF-ൻ്റെ ഭാഗമായിട്ട് ലോക്സഭയിലേക്ക് പോയിട്ടുള്ളത്. ഈ കഴിഞ്ഞ 5 വർഷം ഈ പാർലമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ കേരളത്തിൻ്റെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ഇവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് ഒന്ന് ഓർത്തെടുക്കാം. അതേസമയം തന്നെ നമ്മളിപ്പോൾ വെച്ചിട്ടുള്ള CPM ഇപ്പോൾ വെച്ചിട്ടുള്ള LDF ഇപ്പോൾ വെച്ചിട്ടുള്ള ഈ ഒരു ലിസ്റ്റ് ഇപ്പുറത്തും വെച്ച് നോക്കാം. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക വിഷയം, കേരളത്തെ എങ്ങനെയൊക്കെ ഞെരുക്കാമെന്ന് ഗവേഷണം ചെയ്യുന്ന ഒരു കേന്ദ്ര സർക്കാർ പാർലമെൻറ്റ് ലോക്സഭ ചേരുന്ന സമയത്ത് ഈ 18 പേരും കമ എന്നൊരക്ഷരം വാ തുറന്ന പാർലമെൻറ്റിൽ പറയുന്നില്ല. മതേതരത്വത്തെ ഇല്ലാതാക്കുന്ന നടപടികൾ, രാമക്ഷേത്രത്തെ നിർമ്മിച്ചതിന് അതിനെ അനുകൂലിച്ചുകൊണ്ടടക്കം പാർലമെൻറ്റിൽ ചർച്ച സംഘടിപ്പിക്കുന്ന ഒരു കാലഘട്ടം. ആ രീതിയിൽ വരുമ്പോൾ ഇവർ ഈ വിഷയങ്ങളിൽ എന്തായിരുന്നു? ഇനി ഇപ്പുറത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. വിജയരാഘവൻ, അല്ലെങ്കിൽ തോമസ് ഐസക്ക്, KK ശൈലജ, എളമരം കരീം, ഇങ്ങനെ തുടങ്ങി ഈ നിൽക്കുന്ന MB ജയരാജൻ അടക്കമുള്ള ആൾക്കാർ ഇതുപോലെ ഒരു സന്ദർഭത്തിൽ എങ്ങനെ പ്രതികരിക്കും എന്ന് മാത്രം നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. സാമ്പത്തിക വിഷയങ്ങളായാലും മതേതരത്വത്തിൻ്റെ വിഷയങ്ങളായാലും ഈ ജനങ്ങളുടെ, സാമാന്യ ജനത്തെ സംബന്ധിച്ച്, ന്യൂനപക്ഷങ്ങളുടെ വിഷയങ്ങളെ സംബന്ധിച്ച് ആ പാർലമെൻറ്റിനെ എത്ര ക്രിയാത്മകമായി ഉപയോഗിക്കുവാൻ കഴിവുള്ള ഒരു ടീമിനെയാണ് ഇടതുപക്ഷം മുന്നോട്ട് വച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് മുന്നിൽ. മറ്റുള്ളവർ എന്ത് ചെയ്തു എന്നുള്ളത് നമ്മളൊന്ന് താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ ടീമിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ മുകേഷിനെ പോലെയൊക്കെ ഒരാളെന്ന് പറഞ്ഞാൽ, മുകേഷിൻ്റെ അച്ഛൻ KPSC-യുടെ ഇതായിരുന്നു നിൽക്കുന്ന സമയത്ത് തന്നെ വടക്കേകുളം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം ദീർഘകാലം. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തും കലാപ്രവർത്തനവും ഒരുപോലെ തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞ ഒരാളാണ്. അതേ സ്ഥാനത്ത് തന്നെ മുകേഷിനെ ഇപ്പോൾ പരീക്ഷിച്ച് എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 2 തവണ നമ്മൾ CPM-ൻ്റെ ഏറ്റവും ഉന്നതരായ 2 നേതാക്കളാണ് അവിടെ മത്സരിച്ചത്. ഇപ്പോൾ ഇത്തവണ കുറച്ചുകൂടി മാറി വേറൊരു തലത്തിൽ അതിനെ. ഒപ്പം തന്നെ ഷമി ഈ റൗണ്ടിൽ പറഞ്ഞ കാര്യവും വളരെ പ്രധാനമാണ്. ഏതൊരു കാലത്ത് ആരാണ് MP ആവേണ്ടത് എന്നൊരു സങ്കല്പം ഇതിന് പുറകിലുണ്ട്. രാഷ്ട്രീയ ഇന്ത്യ നടുങ്ങി നിൽക്കുന്ന ഒരു ദിവസമാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിൽ ക്രോസ് വോട്ടിംഗ് നടന്നിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ കക്ഷിയുടെ MLA ആണ് വോട്ട് ചെയ്യുന്നത്. ആ രാഷ്ട്രീയ കക്ഷി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും, അവർക്ക് വോട്ട് ചെയ്യില്ല, ക്രോസ് വോട്ട് ചെയ്യുകയാണ്, വേറൊരു ചേരിക്ക് വോട്ട് ചെയ്യുന്നു. അതിന് പിറകിൽ കോടികൾ മറിഞ്ഞിട്ടുണ്ടോ, വാഗ്ദാനങ്ങളുണ്ടോ, മോഹങ്ങൾ വലിയ അതിമോഹങ്ങളോടുകൂടി ഇത് ചെയ്തിരിക്കുന്നതാണോ? എങ്ങനെയാണ് ശത്രുവുമായി ഒരു MLA കൈകോർക്കുന്നത് എന്ന് ഇന്ത്യ കണ്ടു നിൽക്കുകയാണ്. ഇവർ ക്രോസ് വോട്ടിംഗ് ചെയ്യാത്തവർ, ഇവർ ശത്രുവിൽ നിന്ന് കൈക്കൂലി വാങ്ങാത്തവർ, ഇവർ സ്വന്തം പാർട്ടി ഏൽപ്പിച്ച, സ്വന്തം വോട്ടർമാർ ഏൽപ്പിച്ച മൂല്യത്തെ കാത്തുരക്ഷിക്കുന്നവർ എന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ ഏത് ചേരിക്ക് കഴിഞ്ഞാലും അത് ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിസ്മയകരമായിട്ടുള്ള ഒന്നാണ്. കാലുമാറാത്തവർ, നാളെ എന്തു വന്നാലും കാലുമാറാത്തവർ എന്ന ഒരു പദവിയോടുകൂടി ഒരു കൂട്ടർക്ക് മത്സരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് സ്തുത്യർഹമാണ് എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. തീർച്ചയായും ഇതിനകത്ത് ഈ പറയുമ്പോഴത്തേക്ക്
ഈ ഇടതുപക്ഷത്തിൻ്റെ എംപിമാരെ കുറിച്ചുള്ളൊരു ഗ്യാരണ്ടി നേരത്തെ പറഞ്ഞ അതിലേക്ക് ഞാൻ ഉറപ്പിനെ കുറിച്ച് പറയുക, ഒരു റിസോർട്ടിൻ്റെയും ശീതളിമയിലേക്ക് പോകാൻ സാധ്യതയില്ലാത്തവർ, ഒരു കാലുമാറ്റത്തിൻ്റെയും ആ കുഴിയിലേക്ക് വീഴാത്തവർ, അങ്ങനെ ഒരു ഉറപ്പാണ് ഇടതുപക്ഷത്തിന് ഉറപ്പെന്ന് പറഞ്ഞാൽ. കാരണം നമ്മൾ കഴിഞ്ഞ 5 വർഷത്തെ പാർലമെൻറ്റിലെ നമുക്ക് വളരെ ചെറിയ ശബ്ദമൊക്കെ ഈ CPM-നെ കുറിച്ച് പറയാറുള്ളൊരു കനലൊരു തരിമതി എന്ന് പറയുന്ന ഒരു ഈ കളിയാക്കിയും അല്ലാതെയും പറയാറുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഒരു ശബ്ദം മുൻപുണ്ടാകേണ്ടതാണ്, ഇനിയും വരുന്ന കാലഘട്ടത്തിലും ഉണ്ടാകേണ്ടതുണ്ട്. അതിന് തീർച്ചയായിട്ടും കേരളത്തിൽ നിന്നുള്ള എംപിമാരെ, ഇടതുപക്ഷത്തിൻ്റെ എംപിമാർ തന്നെ ജയിച്ച് പോകേണ്ടതുണ്ട്. നേരത്തെ NBC പറഞ്ഞു വരുന്ന ഒരു വിഷയം കൂടി, ഈ എങ്ങനെയാണ് ഈ നമ്മുടെ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത്. എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ഒരു ഏറ്റുമാനൂർ സുരേഷ് ഗോപി മത്സരിച്ച ഒരു സമയത്താണെന്ന് തോന്നുന്നു, നമ്മൾ അവസാന റൗണ്ടിൽ ഇങ്ങനെ വല്ലാത്ത ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ആരാണ് ജയിക്കുക എന്നുള്ളത്. അപ്പം നമ്മളെ അവിടുത്തെ പാർട്ടി, അവിടുത്തെ CPM-ൻ്റെ നേതാക്കളടക്കം നമ്മുടെ റിപ്പോർട്ടറും കൂടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വളരെ കൃത്യമായ കണക്കാണ്. ഈ 12ാം വാർഡിൽ ഇത്ര വോട്ടുകളാണ് കിട്ടുക, ഈ വാർഡിൽ ഇത്ര വോട്ടുകൾ എന്ന് പറയുന്ന ഒരു കൃത്യം കണക്കുണ്ട്. ഇതാണ് CPM-ൻ്റെ സംഘടനാ സംവിധാനം. അവിടുത്തെ ഓരോ വാർഡിലെ ഓരോ ബ്രാഞ്ചിൻ്റെ കീഴിലുള്ള ഓരോ കുടുംബത്തിലെ ഓരോ വ്യക്തിയും അയാളുടെ രാഷ്ട്രീയ നിലപാടെന്ത്, അതെങ്ങനെയാണ് അവർ ചലിക്കുക, അവരുടെ രാഷ്ട്രീയ നിലപാട് എന്താണ് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്ന പാർട്ടി പ്രവർത്തകരുടെ ഒരു നിരയാണ് CPM-നുള്ളത്. ആ സംഘടനാ ശൈലി എങ്ങനെയാണ്, കേഡർ സംവിധാനം. അത് വി മുരളീധരൻ തന്നെ വാർത്താ സമ്മേളനത്തിൽ ഒരു ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഈ ഇലക്ഷൻ സമയത്തൊക്കെയാണല്ലോ ഇങ്ങനെ വന്ന് പാർട്ടി തട്ടിക്കൂട്ടിയൊക്കെ വരിക. പക്ഷേ വി മുരളീധരനാണ് പറയുന്നത്. പക്ഷേ CPM അങ്ങനെയൊന്നുമല്ല. അവർ ഈ തിരഞ്ഞെടുപ്പ് ഉണ്ടായാലും ഇല്ലെങ്കിലും അവരുടെ സംഘടനാ സംവിധാനം അങ്ങനെയാണ്, കൃത്യമായ കടർ പാർട്ടിയാണ്, അവരങ്ങനെ പോകുന്നു. ഒരു മരണം നടക്കാൻ നോക്കുക, അവിടെ ആ ബ്രാഞ്ച് സെക്രട്ടറി പോയിട്ടായിരിക്കും പന്തലിടാൻ തയ്യാറെടുക്കുക. മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ചിതയൊരുക്കണമെങ്കിൽ അതിന് വിറക് വെട്ടാൻ പോവുക ഈ പറയുന്ന പാർട്ടി പ്രവർത്തകരൊക്കെ ആയിരിക്കും. അവിടെ ഈ പറയുന്ന ഇപ്പോൾ സിജു പറഞ്ഞതുപോലെ BJPക്കോ കോൺഗ്രസിനോ അങ്ങനെ ഒരു സംഘടനാ പാരമ്പര്യം പറയാൻ കഴിയില്ല. കാരണം അവർ ഈ ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ കൂടിച്ചേർന്ന് ഒരു സംഘം ആളുകൾ വരുന്നു, വോട്ട് ചോദിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലൊരു സംഘടനാപരമായ അടിത്തറയോ ജനങ്ങൾക്കിടയിൽ സ്വാധീനമോ ഇല്ലെന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട. അത് CPM-ഓ ഒക്കെ ഇപ്പോൾ എന്തെങ്കിലും സംഘടനാ ചിട്ടകളിലൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു രീതിയല്ല, വേറൊരു കൂട്ടർക്ക് ഡിറ്റോ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് തലയ്ക്ക് വില പറഞ്ഞിരുന്ന കാലത്ത് അവരെ ഒളിപ്പിച്ചിരുത്തുന്ന തരത്തിലുള്ളൊരു സ്നേഹം ആർജിക്കുന്ന തരത്തിൽ അവർ പെരുമാറിയിരുന്നു. അങ്ങനെയാണ് കേരളത്തിൽ വന്നത്. അതിൻ്റെ ഒരു തുടർച്ചയാണ്. അതിൻ്റെ പുതിയ കാലത്ത് തലയ്ക്ക് വില പറയലൊന്നുമില്ല, എങ്കിൽ പോലും അവരെ ഒളിച്ചിരുത്തേണ്ട സാഹചര്യമില്ല. എങ്കിലും സ്വന്തം ജീവനക്കാരുടെ സ്വന്തം ജീവിതം മാറ്റിമറിക്കാവുന്ന വൻ കൈക്കൂലിത്തുക ത്യജിച്ചുകൊണ്ട് മഹാനേതാക്കളെ ഒളിവിലിരുത്തിയ ചെറ്റപ്പുരകൾ, അതാണ് അവരുടെ മാതൃക. ആ മാതൃകയാണ് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പിന്തുടരാൻ കഴിയുന്നത്. അത് കണ്ട് ഏതെങ്കിലും ഒരു വലതുപക്ഷ കക്ഷി അത് കണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അത് യാദൃച്ഛികമായിട്ടുണ്ടാവില്ല, ചരിത്രത്തിലൂടെ ഉണ്ടായി വന്നതാണത്. അല്ലെ വിശ്വാസ്യത, NBC പറഞ്ഞ പോലെ ഈ വിശ്വാസ്യത എന്ന് പറയുന്നത് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഇപ്പോൾ പിന്നെ കഴിഞ്ഞ ദിവസം NBC വായിച്ചു കാണും, വിളവൻകോട് MLA. വിളവൻകോട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ നമ്മുടെ തൊട്ടപ്പുറം വിളവൻകോട്. ഈ വിളവൻകോട്ടെ വിജയധരണി എന്ന് പറയുന്ന രാഹുൽ ബ്രിഗേഡ് അംഗമാണ്. രാഹുൽ ബ്രിഗേഡ് ഏത് നമ്മുടെ ചുമരിൽ വരെയുള്ള കോൺഗ്രസ് MLA BJP ചേർന്ന് കഴിഞ്ഞു. തമിഴ്നാട്ടിൽ വലിയ സാധ്യത ഒന്നുമുള്ള ഒരു അവസ്ഥ ഇപ്പോഴില്ല, എങ്കിൽ പോലും അവിടെ വരെ ഇത് എത്തിയിരിക്കുന്നു. അപ്പോൾ കേരളത്തിലെ ഈ ജനസമൂഹം ഇവിടുന്ന് കഴിഞ്ഞ തവണ 18 പേര് അതേപോലെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതൊരു മഹാത്ഭുതമായിട്ട് ഇപ്പോഴും ഞാൻ കാണുന്നുള്ളൂ. കാരണം ഇനി മഹാരാഷ്ട്രയിൽ ഒരാളുമില്ല. അശോക് ചവാൻ തൊട്ട് മിലിന്ദ് യോറ തൊട്ട് പിന്നെ ഇന്നിപ്പോ അവരുടെ എന്തോ ബാസവ പട്ടേൽ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ്, അയാളടക്കം ഇനി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ പോലും ആളെ. അതുപോലെ തന്നെ വേറെ കാര്യങ്ങൾ കൂടി ചേർക്കാം. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ സംസാരിക്കുന്നു, പുലർച്ചെ വാർത്ത തുടങ്ങിയപ്പോൾ കണ്ടത് എന്താണ്? DK ശിവകുമാർ ഹോട്ടലിന്റെ മുന്നിൽ കാവലിരിക്കുകയാണ്. 135 MLA-മാർ ഇറങ്ങിപ്പോയി അപ്പുറം വോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി. അതായത് ഒരു രാജ്യസഭാ തെരഞ്ഞെടുപ്പ്, അവർക്ക് രാജ്യത്ത് ഇപ്പോൾ ഏറ്റവും അധികം സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് കർണാടകം എന്ന് പറയുന്നത്. അവിടെ പോലും അവരുടെ MLA-മാർ മാറി അപ്പുറേ പോകുമെന്ന ഭീതിയിൽ ഒരു സംവിധാനം നിൽക്കുകയാണ്. പക്ഷെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, ഇടതുപക്ഷത്തെക്കുറിച്ച് അങ്ങനെ ഒരു ആശങ്കയുടെ ആവശ്യമില്ല. ഈ രാജ്യത്തിന് അവരുടെ ശബ്ദം ഉയരേണ്ടത് എപ്പോഴൊക്കെയാണോ അവിടെ ആ ശബ്ദം ഏറ്റവും ഉറച്ച ശബ്ദത്തിൽ ഉണ്ടാകും. അവരുടെ ഭാര്യ ഗീതാകോട ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അരുണാചലിന് അവശേഷിച്ചിരുന്ന 2 MLA-മാർ ഇന്നലെ BJP-യിലേക്ക് പോയി. കോൺഗ്രസിന് ഇപ്പോഴും ഈ കാര്യം പിടിയിട്ടിട്ടില്ല. ഇവർക്ക് ഇപ്പോഴും പറഞ്ഞ് ഈ 2024 തെരഞ്ഞെടുപ്പിൽ മോദി ഇനിയും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. കാരണം ഇവരെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഒരു റേഷൻ കാർഡ് എന്ന് പറയുന്നത് ഒറ്റ പാർട്ടി മതി എന്നുള്ളതാണ് അവരുടെ നിലപാട്. അതിലേക്ക് അവർ പറഞ്ഞെന്താണ്? കോൺഗ്രസ് ഇല്ലാത്ത പാർലമെൻറ്റ് എന്നുള്ളതാണ്.
ഈ അതൊരു ഇവർക്ക് പ്രതിപക്ഷമുക്ത ഭാരതം എന്നാക്കാൻ പോവുകയാണ്. അതെ, അവർക്കിത് മനസ്സിലായിട്ടില്ലേ? ഇവരിപ്പോഴും ഇന്നലെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞാണ് ഇവരിപ്പോഴും കേരളത്തിൽ സമരാഗ്നി, കേരളത്തിലെ സർക്കാരിനെതിരെ സമരാഗ്നിയായിട്ട് നടക്കുക. കേരളത്തിലെ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടും. അവർക്കറിയാം ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യവും ഇടതുപക്ഷത്തിന്റെ എംപിമാർ പാർലമെന്റിലേക്ക് പോകേണ്ടത് എന്തുകൊണ്ട് എന്ന് കൃത്യമായി തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയും. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ഇതാ പ്രധാനമന്ത്രിയാവാൻ പോകുന്നു എന്നുള്ള ഏതോ ഒരു സ്വപ്നത്തിൽ NPC പറഞ്ഞൊരു കാര്യമുണ്ട്. രവീന്ദ്രനാഥ് മാഷിന്റെ കാര്യം എടുത്തുകൊണ്ട് NPC ഒരു ഉദാഹരണം നമ്മുടെ മുന്നിൽ പറയുകയുണ്ടായി. കാരണം സംഘടനാപരമായി അദ്ദേഹത്തെക്കാൾ ഉയർന്ന ചുമതല വഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഒരിടത്ത് എങ്ങനെ രവീന്ദ്രനാഥ് മാഷിന്റെ പേര് വന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. അതിൽ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചൊരു കുറിപ്പുണ്ട്. അതായത് 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നു. രവീന്ദ്രനാഥ് മാഷ് ആദ്യമായിട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥൻ ഒരു ഫയലുമായിട്ട് വരികയാണ്. ആ ഫയലിൽ പറയുന്നു, സാർ ഇതിലൊന്ന് ഒപ്പിടണം. അപ്പോൾ ചോദിച്ചത് എന്തിൻ്റെ ഒപ്പാണ്? ഇതൊരു 4 സ്കൂളുകൾ പൂട്ടാനുള്ള ഒപ്പാണ്. കാരണം ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തു വെച്ചിട്ട് പോയതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ ഒപ്പിടാൻ പോവുകയാണ്, പക്ഷേ അത് പൂട്ടാനുള്ള ഒപ്പല്ല, ഈ സ്കൂളുകളടക്കം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തെ ആകെ മാറ്റാനുള്ള ഒരൊപ്പാണ് ഞാൻ ഇടാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായി അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. നമ്മൾ കണ്ടതാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റങ്ങൾ. പിന്നീട് ഉണ്ടായത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടതാണ്. ശൈലജ ടീച്ചർ ലോകം ശ്രദ്ധിച്ചതല്ലേ കോവിഡ് കാലത്ത് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ എങ്ങനെ മുന്നോട്ട് പോയി എന്ന്, നമുക്കുണ്ടായ നേട്ടങ്ങൾ എങ്ങനെയാണെന്ന്. അപ്പോൾ ഈ ആളുകളൊക്കെ ചെന്ന് നിൽക്കുന്നത് ഈ കഴിഞ്ഞ 5 വർഷം എന്തു ചെയ്തു എന്ന ചോദ്യം നേരിടുന്ന UDFന്റെ എംപിമാരുടെ മുൻപിലേക്കാണ്. അതിൽ പലരും ഇത്തവണ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞവരുണ്ട്. അടൂർ പ്രകാശുണ്ട്, കെ മുരളീധരനുണ്ട്, കൊടിക്കുന്നിൽ സുരേഷുണ്ട്, സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് വേറൊരു രസകരമായ കാര്യം. എനിക്ക് തോന്നുന്നു സുധാകരനെ മത്സരിപ്പിച്ചിട്ട് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റാം എന്നതായിരിക്കും ഒരു പക്ഷേ കോൺഗ്രസിന്റെ ഒരു തീരുമാനമെന്ന് തോന്നുന്നു. അങ്ങനെയും ഒരു തിയറി വരുന്നുണ്ട്. കാരണം അതാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ KPCCയുടെ വാർത്താ സമ്മേളനം ഉണ്ടെങ്കിൽ 18 വയസ്സിന് താഴെ പ്രായമുള്ളവരെ ടിവിക്ക് മുന്നിൽ ഇരിക്കാൻ കഴിയാത്ത സാഹചര്യമല്ലേ? ആ രീതിയിലല്ലേ വാർത്തകൾ, വാചകങ്ങളും വർത്തമാനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. NPC നമ്മുടെ ഈ 18 പേര് അല്ലെങ്കിൽ നമ്മുടെ 20 പേര് ഒരു പാർലമെന്റിൽ ചെന്നാൽ പിന്നെ കേന്ദ്ര സർക്കാരിന് ഈ നമ്മളുടെ ഈ സാമ്പത്തിക വിഷയങ്ങളിലടക്കം എങ്ങനെ ഇവരെല്ലാം ഉടുമ്പ് പിടിക്കുന്ന പോലെ പിടിക്കില്ലേ ഈ കേന്ദ്രത്തെ? നമുക്കറിയാം, ഇപ്പം ബ്രിട്ടാസ് സാറൊക്കെ അതിൻ്റെ അകത്ത് പാർലമെന്റിൽ ഒറ്റയ്ക്കാണെങ്കിൽ നടത്തുന്ന ഒരു പ്രവർത്തനം. ഇവർ തോമസ് ഐസക് ആയാലും ഈ നിൽക്കുന്ന ടീമുകളെന്ന് പറഞ്ഞാൽ ആരും അവർക്ക് കേരളത്തിന് കിട്ടേണ്ടത് കൃത്യമായി ചോദിച്ച് മേടിക്കാൻ കപ്പാസിറ്റി ഉള്ള ഈ ഒരു 20 പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ കാര്യത്തിന് അത് വലിയ ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ ഈ ചർച്ചയുടെ സമയം ഇവിടെ തീരുകയാണ്. ഞങ്ങളുടെ സംസാരത്തിൽ കണ്ടത് ഇതാണ്. കേരളത്തിൽ നടക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് 20 എംപിമാരെ തിരഞ്ഞെടുക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല. കേരളം ഇന്ത്യയിൽ മറ്റൊരു രാഷ്ട്രീയ തുരുത്താണ്. വേറൊരു മാതൃക മുന്നോട്ട് വയ്ക്കുന്ന ഒരു ജനാവലിയാണ് കേരളത്തിലുള്ളത് എന്ന് തെളിയിച്ചു കൊടുക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. രാഷ്ട്രീയത്തിൻ്റെ മാതൃക, ജനപ്രതിനിധിയുടെ മാതൃക, എങ്ങനെയായിരിക്കണം എംപിമാർ എന്നതിൻ്റെ മാതൃക ഒക്കെ സൃഷ്ടിക്കാവുന്ന ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരമാണ്. അതിലേക്കാണ് ഇന്ന് CPIM-ഉം ഇന്നലെ CPI-യും അതിനു മുമ്പ് കേരള കോൺഗ്രസ് മാണിയും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ചേരികളുടെ സ്ഥാനാർത്ഥികൾ നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്നതേയുള്ളൂ. അതേക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കാനിരിക്കുന്നതേയുള്ളൂ. എങ്കിൽ പോലും കേരളം എന്ന വികാരം അതെങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ദിവസമാണ് ഇന്ന് നമുക്ക് മുമ്പിൽ സമാഗതമായിരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.